ഹായ് ഫ്രണ്ട്സ്, ഹോപ്പ് യു ഓൾ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടുവെന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൂവ്മെന്റ്. ഫസ്റ്റ് മൂവ്മെന്റ് ആൻഡ് സെക്കൻഡ് മൂവ്മെന്റ്. എന്താണ് ഫസ്റ്റ് മൂവ്മെന്റ്, എന്താണ് സെക്കൻഡ് മൂവ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത് കോംപ്ലിക്കേഷൻ ഒന്നുമല്ല, സിമ്പിളാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇതൊരു ബുള്ളിഷ് സിനാരിയോടെയാണ് ഈ ഫസ്റ്റ് കാണിച്ചേക്കുന്നത്. ഇതൊരു ബെയറിഷ് സിനാരിയോടെയാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ ബുള്ളിഷ് സിനാരിയോയില് നമുക്ക് 2 ബ്രേക്ക് ഔട്ട് കിട്ടിയില്ലേ? ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, സെക്കൻഡ് ബ്രേക്ക് ഔട്ട്. 2 ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് തന്ന ഒരു ഏരിയ ഉണ്ടോ? ഇതാണ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് തന്ന ഏരിയ. അതേപോലെ തന്നെ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് തന്ന ഏരിയ ഇതുമാണ്. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോഴല്ലേ നമുക്ക് ഹിന്റ് കിട്ടിയത് പ്രൈസ് മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്നുള്ളത് ഒരു ഹിന്റ് കിട്ടിയത് സെക്കൻഡ് ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോഴല്ലേ. അപ്പോൾ ഈ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് തരാൻ കാരണക്കാരനായിട്ടുള്ള ലോ, ദാറ്റ് മീൻസ് ഈ ലോ അല്ലെ, ഇതിനെയാണ് ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ മൊമെന്റിൽ നിന്നല്ലേ പ്രൈസ് മുകളിലേക്ക് പോയത്. അപ്പോൾ ഈ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് തരാൻ കാരണക്കാരനായിട്ടുള്ള ലോ, ഏറ്റവും ലോവസ്റ്റ് പോയിന്റ്, ഇതിനെ ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയത് റൈറ്റ് സൈഡിൽ നിന്നാണ് അല്ലെ. ഈ ഒരു ലോയിന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഈ സിനാരിയോയിൽ കിട്ടിയേക്കുന്നത്. അപ്പൊ ഇതിനെ സെക്കൻഡ് മൂവ്മെന്റ് എന്നും പറയുന്നു. ഓക്കെ, ഫസ്റ്റ് മൂവ്മെന്റ്, സെക്കൻഡ് മൂവ്മെന്റ്. ഈ ഒരു സിനാരിയോ നോക്കിയേ, ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയത് ഇവിടെ നിന്ന്, സെക്കൻഡ് ഹിന്റ് കിട്ടിയത് ഇങ്ങനെ. അപ്പോൾ ഇതാണ് ലോവസ്റ്റ് പോയിന്റ്. ഈ ബ്രേക്ക് ഔട്ട് തരാൻ ഹിന്റ് തരാൻ കാരണക്കാരനായിട്ടുള്ള ലോവസ്റ്റ് പോയിന്റ് ഇതാണ്, ഫസ്റ്റ് മൂവ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയത് ഈ സിനാരിയോയിൽ റൈറ്റ് സൈഡിൽ നിന്ന്, ഈ ഫസ്റ്റ് മൂവ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കുന്നത്. ഈ സിനാരിയോയിൽ നോക്കി, ഈ ഫസ്റ്റ് മൂവ്മെന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആണ് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിനെ ഫസ്റ്റ് മൂവ്മെന്റ് എന്നും ഇതിനെ സെക്കൻഡ് മൂവ്മെന്റ് എന്നും പറയുന്നു. ഒരു ബുള്ളിഷ് സിനാരിയോയുടെ സെറ്റപ്പ് ആണ്. നേരെ ഓപ്പോസിറ്റ് ബെയറിഷിലും. എങ്ങനെയാണ് ബെയറിഷിൽ വരുന്നത് നോക്കാം. ഇവിടെ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഇത്. അപ്പൊ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് തരാൻ കാരണക്കാരനായിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് ഇതല്ലേ. അപ്പൊ ഇതാണ് ഹൈയസ്റ്റ് പോയിന്റ്. ഇതിനെയാണ് ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ് അല്ലെ. ഈ ഒരു ഫസ്റ്റ് മൂവ്മെന്റിന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് കൊണ്ട് ഇവിടെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് റൈറ്റ് സൈഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സെക്കൻഡ് മൂവ്മെന്റ് ഇവിടെ ഉണ്ടാകും. അപ്പൊ ഏത് ISL ആണ് പിക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ ഫസ്റ്റ് മൂവ്മെന്റും സെക്കൻഡ് മൂവ്മെന്റും നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, സെക്കൻഡ് ബ്രേക്ക് ഔട്ട്. വേറെ സിനാരിയോയില് ഫസ്റ്റ് മൂവ്മെന്റ്, ഇവിടെ സെക്കൻഡ് മൂവ്മെന്റ് ഇല്ല അല്ലെ. അതേപോലെ ഇവിടെ സെക്കൻഡ് മൂവ്മെന്റ് ഇല്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് മൂവ്മെന്റിന്റെ ISL ആണ് എടുക്കേണ്ടത് ഈ സിനാരിയോയില്. ഈ സിനാരിയോയില് സെക്കൻഡ് മൂവ്മെന്റിന്റെ ISL ആണ് എടുക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് മൂവ്മെന്റിന്റെ ISLും ഈ ഒരു സിനാരിയോയില് സെക്കൻഡ് മൂവ്മെന്റിന്റെ ISLും. കാരണം എന്താ, റൈറ്റ് സൈഡിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ സെക്കൻഡ് മൂവ്മെന്റ് ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ബ്രേക്ക് ഔട്ട് കിട്ടുന്നതെങ്കിൽ സെക്കൻഡ് മൂവ്മെന്റ് ഉണ്ടാവില്ല. ഫസ്റ്റ് മൂവ്മെന്റിന്റെ ISL ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് കണ്ടാൽ മതി, വേറെ ഒന്നുമില്ല, ഈസിയാണ്. ജസ്റ്റ് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, സെക്കൻഡ് ബ്രേക്ക് ഔട്ട്. അപ്പൊ ഈ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് തരാൻ കാരണക്കാരനായിട്ടുള്ള ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതിന് നമ്മൾ ഫസ്റ്റ് മൂവ്മെന്റ് എന്നും, ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയത് ഈ ഫസ്റ്റ് മൂവ്മെന്റിന്റെ റൈറ്റ് സൈഡിൽ നിന്നായതുകൊണ്ട് ഇതിനെ സെക്കൻഡ് മൂവ്മെന്റ് എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ISL മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയയിലത്തെ ISL ആയിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. പ്രൈസ് ഇങ്ങോട്ടേക്ക് പുൾ ബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കണം. മനസ്സിലായോ? അതേപോലെ തന്നെ ബെയറിഷ് സിനാരിയോയിലും
ഇങ്ങനെ ബ്രേക്ക് ഔട്ട് കിട്ടുന്നു. സെക്കൻഡ് ബ്രേക്ക് ഔട്ട്, ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്. ഇതാണ് ഫസ്റ്റ് മൂവ്മെന്റ്. ഓക്കെ, ഈ ഫസ്റ്റ് മൂവ്മെന്റ് ദെൻ റൈറ്റ് സൈഡിൽ നിന്നാണ് ബ്രേക്ക് ഔട്ട്, ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയത്. സോ അതുകൊണ്ട് നമുക്ക് ഇത് സെക്കൻഡ് മൂവ്മെന്റ് ആയിട്ട് എടുക്കുന്നു. സെക്കൻഡ് മൂവ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി വരുന്നത് സെക്കൻഡ് മൂവ്മെന്റ് ISL നിന്നായിരിക്കണം നമ്മുടെ എൻട്രി വരുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ചാർട്ടിൽ പോയിട്ടൊന്ന് നോക്കാം. അപ്പൊ കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാകും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് മൂവ്മെന്റ്, ഇവിടെ നമുക്ക് 2 ബ്രേക്ക് ഔട്ട് കിട്ടി അല്ലേ? ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, സെക്കൻഡ് ബ്രേക്ക് ഔട്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈൻ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കണ്ടോ, ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, സെക്കൻഡ് ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് തരാൻ കാരണക്കാരനായിട്ടുള്ള ലോ ഏതാണ്? ലോ ഇതാണ് അല്ലേ? ഇതിന് നമ്മൾ ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നു. ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് എവിടെ നിന്നാണ് കിട്ടിയേക്കുന്നത്? ഈ ഫസ്റ്റ് മൂവ്മെന്റിന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കുന്നത്. സോ ഇതിന് സെക്കൻഡ് മൂവ്മെന്റ് എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ടു ബ്രേക്ക് ഔട്ട് കിട്ടി. അതുപോലെ തന്നെ ഫസ്റ്റ് മൂവ്മെന്റും സെക്കൻഡ് മൂവ്മെന്റും നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഏതാണ് ISL? ISL ഏതാണ്? ISL ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ISL എന്ന് പറയുന്നത്, സെക്കൻഡ് മൂവ്മെന്റിന്റെ ISL എന്ന് പറയുന്നത്, ഇവിടെ എന്ത് എൻഗൾഫിംഗ് ആണ് നടന്നേക്കുന്നത്? പെർഫെക്റ്റ് എൻഗൾഫ് ആണ് നടന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ എടുത്തിട്ടുണ്ടോ? ഇല്ല. സോ നമ്മൾ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ വലിയ ക്യാൻഡിലാണ് നമുക്ക് ISL ആയിട്ട് കിട്ടുന്നത്. കണ്ടോ, ഇതിലേക്ക് പ്രൈസ് റീടെസ്റ്റ് ചെയ്യുമ്പോൾ ബൈ എടുക്കണം. കണ്ടോ, ഇപ്പോൾ സ്റ്റിൽ ഈ ബൈ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് മൂവ്മെന്റിന്റെ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ലൈൻ ചാർട്ട് ഇടുക. ഇതൊരു സെൽ സെറ്റപ്പ് ആണ് അല്ലേ? ഇവിടെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് എവിടെ നിന്നാണ്? ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയേക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ വേണം. അപ്പൊ ഈ ഒരു സിനാരിയോ നോക്കിയാൽ ഇവിടെ ഈ സെക്കൻഡ് ബ്രേക്ക് ഔട്ട് തരാൻ കാരണക്കാരനായിട്ടുള്ള ഹൈ ഇത് അല്ലെ? ഇതിന് ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് മൂവ്മെന്റ് ഇവിടെ ക്രിയേറ്റ് ആകുള്ളൂ. ഇവിടെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അല്ലെ? ഇടത് സൈഡിൽ നിന്നാണല്ലോ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടിയത്. സെക്കൻഡ് ബ്രേക്ക് ഔട്ട് ഇടത് സൈഡിൽ നിന്ന്. അപ്പൊ രണ്ട് ബ്രേക്ക് ഔട്ട് നമുക്ക് ഇടത് സൈഡിൽ നിന്നാണ് കിട്ടിയത്. ഇവിടെ സെക്കൻഡ് മൂവ്മെന്റ് ഇല്ല, ഇവിടെ ഫസ്റ്റ് മൂവ്മെന്റ് ആണ് ഉള്ളൂ. സോ നമ്മൾ ഫസ്റ്റ് മൂവ്മെന്റിന്റെ ISL ഇവിടെ എടുക്കണം. ഏതാണ് ഫസ്റ്റ് മൂവ്മെന്റിന്റെ ISL? ഇത് ഇവിടെ എന്ത് എൻഗൾഫിങ്? അഗൈൻ പെർഫെക്റ്റ് എൻഗൾഫ് തന്നെയാണ്. ഒറ്റ ക്യാൻഡിൽ കൊണ്ട് എൻഗൾഫ് ചെയ്തേക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഈ ഒരു വൈറ്റ് ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ എടുത്തിട്ടുണ്ടോ? ഇല്ല. സോ ഒരു ക്യാൻഡിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക. ഈ ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലേ? ഉണ്ട് അല്ലേ? സോ ഇതായിരിക്കും നമ്മുടെ ISL. മനസ്സിലായോ? വീഡിയോ സിമ്പിൾ ആണ്, ഈ ടോപ്പിക്കും വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കോംപ്ലിക്കേഷൻ ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതിന് പരിചയമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഒന്ന് രണ്ട് തവണ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ഹാപ്പി ട്രേഡിംഗ്. ബൈ.